തൃപ്പൂണിത്തുറയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കുട്ടി പഠിച്ച ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിലെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെയും പ്രധാന അധ്യാപകന്റെയും മൊഴിയെടുത്തു. എന്നാൽ കുട്ടി റാഗിങ്ങിന് വിധേയനായിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. സ്കൂളിൽ വെച്ച് മിഹിർ അഹമ്മദ് ക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്ന രക്ഷിതാക്കളുടെ ആരോപണത്തിലാണ് ഹിൽ പാലസ് പോലീസ് അന്വേഷണം നടത്തുന്നത്. സ്കൂളിലെ ശുചിമുറിയിൽ കൊണ്ടുപോയി മിഹിറിന്റെ മുഖം ക്ലോസറ്റിൽ അമർത്തിയെന്നും നക്കി തുടപ്പിച്ചു എന്നും കുടുംബം ആരോപിക്കുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവനെ ഫോഴ്സ്ഫുള്ളി അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവന്റെ തല ക്ലോസറ്റിൽ ഇട്ട്, അതായത് ക്ലോസറ്റിൽ ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഈ ക്ലോസറ്റിലേക്ക് തല മുക്കിയതിന് ശേഷം ഫ്ലഷ് ചെയ്യുക. ഇതിന്റെ സത്യം എന്താണ്? നമ്മളെ മോന് അങ്ങനെ സംഭവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയൊരു കുട്ടി അനുഭവിക്കാൻ പാടില്ല. പരാതി സ്കൂൾ അധികൃതർ ഗൗരവത്തോടെ എടുത്തില്ലെന്നും കുടുംബം ആരോപിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെയും സ്കൂൾ അധ്യാപകരുടെയും മൊഴിയെടുത്തു. എന്നാൽ സ്കൂളിൽ വെച്ചോ ബസ്സിൽ വെച്ചോ റാഗിംഗ് ഉണ്ടായിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഈ മാസം 15-നാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്ന് ചാടി മിഹിർ ആത്മഹത്യ ചെയ്തത്. റാഗിങ്ങിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് മിഹിർ ആത്മഹത്യ ചെയ്തത് എന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് AYF ആവശ്യപ്പെട്ടു. നാളെ രാവിലെ SFIയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ